ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ റൂൾസ് ആണ്. ഓരോ സോഷ്യൽ മീഡിയ ചാനൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ നമ്മൾ പഠിക്കും. ബട്ട് എല്ലാ സോഷ്യൽ മീഡിയ ചാനൽസിലും ഈക്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് നമ്മൾ പഠിക്കുക. എന്താണ് ഒന്നാമത്തെ റൂൾ? അണ്ടർസ്റ്റാൻഡ് അൽഗോരിതം. ഓരോ സോഷ്യൽ മീഡിയ ചാനലിനും ഓരോ അൽഗോരിതം ഉണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ലെറ്റ്സ് സേ നിങ്ങൾക്ക് കാറുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചോ, നിങ്ങൾ കാർ പേജസിനെ ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോർ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും അല്ലേ. സോ ഇൻസ്റ്റഗ്രാം അണ്ടർസ്റ്റാൻഡ്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലോർ പേജസ്, നിങ്ങളെ ആഡ്സ് അതൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ചാനലിൻ്റെ അൽഗോരിതം മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ആവുന്നത് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതുപോലെ കോണ്ടന്റ് ഇട്ടിട്ട് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ലിങ്ക്ഡിൻ്റെ അൽഗോരിതം വർക്ക് ആവുന്നത്, എങ്ങനെയാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്ക് ആവുന്നത്. നിങ്ങൾ ഒരു സംഭവം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളെ ഹോം പേജ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിൻ്റെ സൈഡ് അതുപോലത്തെ ഒരുപാട് റിലേറ്റഡ് വീഡിയോസ് വരാൻ തുടങ്ങും. സോ ദാറ്റ് യൂട്യൂബ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് പേഴ്സൺ ഈ ടൈപ്പ് ഓഫ് വീഡിയോസിലാണ് ഈ പേഴ്സൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ്. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണിച്ചു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് ഈ പേഴ്സൺ നോക്കുക. സോ അൽഗോരിതം പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഓരോ സോഷ്യൽ മീഡിയ ചാനൽസിൻ്റെയും. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പിക്കിംഗ് എ നീഷ്. നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ചാനൽ തുടങ്ങുമ്പോൾ ലോകത്തുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ ഗ്രോ ചെയ്യാൻ ഭയങ്കര പണിയായിരിക്കും. നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ ഉണ്ടാവണം. നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റൈൽ ഉണ്ടാവണം. ഒരു ടോപ്പിക്കിനെ റിവോൾവ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളെപ്പോഴും സംസാരിക്കേണ്ടത്. ഇവിടെ സൈഡായിട്ട് ഞാനൊരു എക്സാമ്പിൾ ഇടുന്നുണ്ട്. ഇത് അംന ഇക്ബാൽ നമ്മളെ ഏജൻസിയിൽ, ഹാരിസൺ കോ ഏജൻസിയിലെ സോഷ്യൽ മീഡിയ ഹെഡാണ്. അപ്പോൾ അംനേൻ്റെ പ്രൊഫൈൽ നോക്കാൻ പറ്റും. നിങ്ങൾക്ക് സോഷ്യൽ വനിത എന്നാണ് പ്രൊഫൈലിൻ്റെ പേര്. അംന ഒരു 4-5 വീഡിയോ പിന്നെ ഇപ്പം വൈറലായിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോഴേക്ക് ആൾക്കാർ അവൻ്റെ പ്രൊഫൈലിൽ വരുമ്പോഴേക്ക് അതുപോലത്തെ ഒരുപാട് വീഡിയോസ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് പീപ്പിൾ ഫോളോ ദിസ് പെർട്ടിക്കുലർ അക്കൗണ്ട്. സോ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് എന്താ, നിങ്ങളെ സോഷ്യൽ മീഡിയ ചാനൽ എന്ത് ടോപ്പിക്കാണ്, ഒരു നീഷ് ചൂസ് ചെയ്യാം. എല്ലായ്പ്പോഴും പറയേണ്ടത് റിച്ചസ് ഈസ് ഇൻ ദ നീഷസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളൊരു നീഷ് ചൂസ് ചെയ്യുക, ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക. ആ ടോപ്പിക്കിൽ റിവോൾവ് ആയിട്ടായിരിക്കണം നിങ്ങൾ യൂട്യൂബ് ചാനലാവട്ടെ ഇൻസ്റ്റഗ്രാം ചാനലാവട്ടെ. ആൾക്കാർ നിങ്ങളെ പ്രൊഫൈൽ ഒരു വീഡിയോ കണ്ടിട്ട്, ഒരു റീല് കണ്ടിട്ട് നിങ്ങളെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ അതുപോലത്തെ മറ്റു വീഡിയോസ് കാണണം. അങ്ങനെയെങ്കിലേ അവർ നിങ്ങളെ ഫോളോ ചെയ്യാനും ചാൻസസ് ഉള്ളൂ. മൂന്നാമത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് റീപർപ്പസ് സ്മാർട്ട്ലി എന്നുള്ളതാണ്. കുറേ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ റീലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കും, യൂട്യൂബിൽ എടുത്തിട്ട് ഷോർട്സ് ഇപ്പോൾ വന്നതാണ്, മുമ്പൊക്കെ യൂട്യൂബിൽ എടുത്തിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യും, അതേ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യും. മിസ്റ്റേക്ക്. ഓരോ ചാനലിനും ഓരോ ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ വീഡിയോ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഡിയോ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കരോസിൽ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ പിക്ചേഴ്സ് എടുത്തിട്ട് ലിങ്ക്ഡിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെസ്ഡപ്പ് ആയിട്ടായിരിക്കും, അവിടെ വ്യൂസ് കിട്ടൂല. അതേപോലെ ഇപ്പോൾ ലിങ്ക്ഡിൽ നിങ്ങളൊരു കോണ്ടന്റ് ഭയങ്കര ഫോർമൽ ആയിട്ടായിരിക്കും വിടുന്നത് B2B. പക്ഷെ അത് ഇൻസ്റ്റഗ്രാം എടുത്തതിന് ശേഷം നിങ്ങൾ അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലൈക്സും എൻഗേജ്മെൻറ്റ്സ് കിട്ടൂല. ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റൈൽസിൽ ആ ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് ചിലപ്പം ട്രെൻഡിങ് മ്യൂസിക് ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ട്രെൻഡിങ് ടോപ്പിക് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റീച്ച് കിട്ടും. അപ്പോൾ ഓരോ സോഷ്യൽ മീഡിയേൻ്റെ നേറ്റീവ് ഉണ്ട്, അതുപോലെ അത് യൂസ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് ബി എസ്തെറ്റിക് എന്നുള്ളതാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. നിങ്ങൾ അവിടെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോസും കണ്ടൻസ് ആയിരിക്കണം നിങ്ങൾ ഇടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുക്കുക നോക്കി കഴിഞ്ഞാൽ ഒരാൾ പ്രൊഫൈൽ വരാണെങ്കിൽ നിങ്ങളെ കളർ കോഡ്, നിങ്ങളെ എസ്തെറ്റിക് വിടാണ്ട് എല്ലാം ഒന്നിച്ചിട്ടിട്ട് കൺജസ്റ്റ് ആക്കിയിട്ട് ചെയ്യാണ്ട് എസ്തെറ്റിക് ആയിട്ടായിരിക്കണം. ഇൻസ്റ്റഗ്രാം ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, പ്ലേസിങ് ആക്കേണ്ട ഒരു പ്ലേസ് ആണ്. അതുപോലെ ആയിരിക്കണം ബിൽഡ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ റൂൾസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂൾസ്, ഡു നോട്ട് സെൽ. ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ചാനൽസും നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏരിയ അല്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് ബാഗ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇൻസ്റ്റഗ്രാമിലല്ല ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഞാൻ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ആണ് പോവാറ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഇതൊരു പുഷ് മാർക്കറ്റിംഗ് ചാനലാണ്. ഓക്കെ, ആ ബാഗ് പിന്നെ അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഒരു ബാഗിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് താഴെ പറയുകയാണ് ഇത്ര റുപ്പീസ്
സെല്ലിങ് അങ്ങനെ പറയുകയാണെങ്കിൽ ദർ ആർ ചാൻസസ് ദാറ്റ് പീപ്പിൾ വിൽ നോട്ട് ബൈ ഫ്രം യു, റൈറ്റ്? സോ നിങ്ങൾ എൻ്റർടൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് എൻഡിൽ മാത്രമായിരിക്കണം നിങ്ങൾ സെൽ ചെയ്യുന്നത്. സോ ഇൻസ്റ്റഗ്രാം ഇസ് ഓർ സോഷ്യൽ മീഡിയ ചാനൽസ് ഇസ് നോട്ട് എ പ്ലേസ് ടു സെൽ, ഇറ്റ്സ് എ പ്ലേസ് ടു build value to your community. And finally, you have to build your community. എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക? സോഷ്യൽ മീഡിയ ചാനൽസ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു ചാനലാണ്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു എൻഗേജ് വിത്ത് യുവർ സോഷ്യൽ മീഡിയ പീപ്പിൾ. അതായത് നിങ്ങൾ കമൻസിലൂടെ, DMസിലൂടെ, മറ്റു ഏരിയയിലൂടെ, അല്ലെങ്കിൽ നിങ്ങളൊരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ ട്രൈ ആക്കണം. ഡയറക്റ്റ് പോയിട്ട് ഒരാൾക്ക് സെൽ ചെയ്യുന്നതിന് പകരം ഒരു സ്ട്രേഞ്ചറോടാണല്ലോ നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് എൻഗേജ് ചെയ്ത് അവർ പിന്നെ ഇങ്ങോട്ട് വന്ന് വാങ്ങുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. സോ ഈ 6 സോഷ്യൽ മീഡിയ റൂൾസ് നിങ്ങൾ തലയിൽ വെക്കുക. നിങ്ങൾ ഏത് ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിന് വേണ്ടിയിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിലും ദിസ് 6 rules are very important for you to understand.